എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെണ്ടയ്ക്ക ചോറ് കഴിച്ചിട്ടുണ്ടോ? വെണ്ടയ്ക്ക സാദം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറാണ് ഇത് നമുക്ക് ലഞ്ചിനാണ് സാധാരണ റെഡിയാക്കി എടുക്കുന്നത്. വെറൈറ്റി റൈസൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇതും ഇഷ്ടമാവും. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 4 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഏകദേശം 300 ഗ്രാം അളവിൽ വെണ്ടയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതേപോലെ വട്ടത്തിലൊന്ന് മുറിച്ച് മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കുന്നതിന് മുന്നേ അരി ഒന്ന് വേവിച്ചെടുത്ത് വെക്കണം. 1.5 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊന്നി അരിയിലും ചെയ്തെടുക്കാം, ഏതരിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പം ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ച് ഊറ്റിയെടുത്ത് വയ്ക്കണം. ഉപ്പ് കൂടി ചേർത്ത് വേവിക്കുമ്പോൾ ഈ ഒരു ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലും പെട്ടെന്ന് മസാലയുടെ ടേസ്റ്റും ഉപ്പൊന്നും ചോറിലേക്ക് ഇറങ്ങില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചധികം വെള്ളം ഒഴിച്ച് വേവിച്ചോളൂ കേട്ടോ, അപ്പം ചോറ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. ഏകദേശം ഒരു മുക്കാൽ വേവ് കഴിയുമ്പോഴേക്കും ഊറ്റിയെടുക്കണം കേട്ടോ. ചോറ് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാല തയ്യാറാക്കാൻ പോവാണ്. ഒരു കടായിക്കകത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ ജീരകം, കൂടെ 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് വഴറ്റി, 2-3 പച്ചമുളക്, ഒരു വലിയ സവോള നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും എല്ലാം ഒരു ഫ്ലേവർ ഈ വെണ്ടയ്ക്കൽ നല്ലോണം ഒന്ന് പുരണ്ട് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം മൂടി വെച്ച് വേവിക്കരുത്. വെണ്ടയ്ക്കൊക്കെ ഒരു വഴവഴപ്പുണ്ടാവും. ഇപ്പോൾ ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്ക പകുതി വെന്തതിന് ശേഷം ഒരു തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് വഴറ്റിയെടുക്കണം. തക്കാളി പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും, വെണ്ടയ്ക്ക ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകും. തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് വെണ്ടയ്ക്ക മസാല മാറ്റി വയ്ക്കാം. അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പൗഡർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നിലക്കടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് 2-3 ചുവന്ന മുളക്, 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ജീരകം കരിഞ്ഞു പോകാതെ പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് ഇതേപോലെ നല്ല പൗഡറാക്കി എടുത്ത് മാറ്റി വയ്ക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കിയ പാത്രം വലുതായിരുന്നു, അതിലേക്കിട്ടെല്ലാം കൂടി യോജിപ്പിക്കാം. ഞാനിപ്പം വേറൊരു കുഴിഞ്ഞൊരു പാത്രത്തിലേക്ക് ചോറ് മാറ്റിയിട്ടുണ്ട്. ചോറ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് വെണ്ടയ്ക്ക മസാല ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൗഡറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയുടെ മിക്സ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തീ വേണം കേട്ടോ, നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചോറ് ചൂടോടെ ചേർത്ത് ഇളക്കുകയാണെങ്കിൽ ചിലപ്പം കുഴഞ്ഞു പോകും. ഒരുപാട് വെന്ത് പോയാലും ചോറ് കുഴഞ്ഞു പോകും. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വെണ്ടയ്ക്ക സാദം. വെണ്ടയ്ക്ക ചോറ് റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി റൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, വ്യത്യാസമായിട്ടൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതും ഇഷ്ടമാവും. സൈഡ് ഡിഷ് ഒന്നും വേണമെന്നില്ല, അച്ചാറോ തൈരോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ.